ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മദോഷ നിവാരണം സുഖശ്രേഷ്ഠ ജീവനം. ഇന്നത്തെ നമ്മുടെ വിഷയം സാമ്പത്തിക ഭദ്രത എങ്ങനെ കൈവരിക്കാം എന്നുള്ളതാണ്. ഈ വിഷയത്തിന് മുൻപ് കാഞ്ചി മഹാപെരിയവ അവരുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാവാം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, നാം എല്ലാം തന്നെ ആ പരമാത്മ തത്വത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ തിരിച്ചു പോവേണ്ടതും അവിടേക്കാണ്. അപ്പോൾ ഈ സ്പേസിനുള്ളിൽ നാം എന്താണ് ചെയ്യേണ്ടത്? സഹജീവികളോട് കാരുണ്യം ചെയ്തേ പറ്റൂ. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ആക്കേണ്ടത്, നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാക്കേണ്ടതും. യഥാർത്ഥത്തിൽ ആരാണ് കോടീശ്വരൻ? ധാരാളം ലക്ഷൂറിയസ് ആയിട്ടുള്ള വാഹനങ്ങളുടെ ഉടമ, ധാരാളം ഹൗസസ് ബിൽഡിങ്സ് ഉള്ളവര്, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവര്, ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണോ കോടീശ്വരൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല. സംതൃപ്തമായ ജീവിതം ആരാണോ നയിക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ കോടീശ്വരൻ. മനസ്സിനൊരു സ്വഭാവമുണ്ട്, എപ്പോഴും എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് അത് വേണം ഇത് വേണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ സൂചനയാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. എങ്ങനെ സാമ്പത്തിക ഭദ്രത കൈവരുത്താം എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കോടീശ്വരനാക്കുക എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം പണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട്, ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയണത് മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ കൂടുതലാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക്. അവർക്ക് ജോലി ചെയ്യാൻ പോലും കഴിയാതെ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അപ്പുറം ധാരാളം ഭവിഷ്യത്തുകൾ ഇതുമൂലം ഉണ്ടാവും എന്നുള്ളൊരു ഭയം ശരിക്കും വരാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചു പോകുന്നത്. അപ്പം അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ആർക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇതുപോലെയുള്ള പൂജാ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നായിരിക്കണം ഉത്തരം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കടമ ചെയ്യുക. എന്നിട്ടും നമ്മുടെ പ്രതിസന്ധി എന്തുകൊണ്ട് തീരുന്നില്ല? അപ്പൊ അപ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള പൂജാ വിധികൾ സഹായകമാകുന്നത്. തീർച്ചയായും നമുക്കറിയാം, ഒരാൾക്ക് സാമ്പത്തിക പ്രശ്നം ഒരാൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുജ്ജന്മ കർമ്മദോഷമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മളൊന്നും തന്നെ എടുത്തിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ലോൺ എടുത്തിട്ട് വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതിനുള്ള പോംവഴി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ധനസഹായം മാത്രമല്ല, നല്ല കാരുണ്യം മറ്റുള്ളവരിൽ ചൊരിയുമ്പോൾ തന്നെ നമ്മുടെ പാസ്റ്റ് ഡെപ്റ്റ് കുറയുമെന്നുള്ളതാണ്. നല്ല നല്ല അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ വിഷമം കേട്ട് സാന്ത്വനിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനൊന്നും ധനത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇത് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങൾ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ ജ്യോതിഷം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലഗ്നമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യണത് രാശിയെ വെച്ചുകൊണ്ടാണ്. അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ജന്മനക്ഷത്രം അല്ലെ, പുത്രട്ടാതി നക്ഷത്രത്തിലാണ് ഒരാൾ ജനിച്ചിരിക്കണമെന്ന് പറഞ്ഞാല് അത് ഏത് രാശിയിൽ വരും? മീനം രാശിയിൽ. അങ്ങനെ നമ്മുടെ ജന്മനക്ഷത്രം ഏത് രാശിയിലിരിക്കുന്നുവോ അതിന്റെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ സൊല്യൂഷൻ പറഞ്ഞിട്ടുള്ളത്, ഈ പരിഹാര മാർഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ മേടം രാശി എടുക്കാം. ഇതിനോടകം എല്ലാവർക്കും ഈ ഒരു ബേസിക് അറിയാത്തത് ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. മേടം രാശിയിൽ വരുന്ന നക്ഷത്ര പാദങ്ങളാണ് അശ്വതിയുടെ 4 പാദങ്ങളും ഭരണി 4 പാദങ്ങൾ, കാർത്തികയുടെ 1-ാം പാദം. അപ്പൊ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജന്മനക്ഷത്രം ആയിരിക്കണം, ചാന്ന് എഴുതിയിട്ടുള്ളത് മേടം രാശിയിലായിരിക്കണം. അപ്പൊ അങ്ങനെ വരുന്നവർ ചെയ്യേണ്ടത്, മേടം രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ ക്ഷേത്രമാണ്, ദേവത എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. അപ്പൊ അവർ ചെയ്യേണ്ടത്, സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ടത്
വേൽ വാങ്ങിയിട്ട് പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാ ചൊവ്വാഴ്ചയും മുരുകക്ഷേത്രത്തിൽ പോയി ചന്ദനം തൊട്ട് വരിക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സാമ്പത്തിക, അവർക്ക് കടം, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കടമായിട്ട് കുറച്ച് പോയിട്ടുണ്ട്, അത് എപ്പോഴാണ് തിരിച്ചു കിട്ടുക എന്നറിയില്ല. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ കടം എടുത്തിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അത് തിരിച്ചടയ്ക്കാനും ഒക്കെ ഈ പരിഹാരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അത് ശുക്രന്റെ രാശിയാണ്. ശുക്രന്റെ ദേവത എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയിൽ നമ്മൾ വില്വമാല ചാർത്തുക എന്നുള്ളതാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടത്തിനുള്ള പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത് മിഥുനം രാശി. മിഥുനം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ബുധന്റെ മേൽക്കോയ്മ വരുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ അവിടെ മിഥുനം എന്ന് പറയുന്ന ആ ബുധന്റെ കാരകത്വം ഇൻക്രീസ് ആക്കാനായിട്ട് സാധിക്കുന്ന ദേവത എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായിട്ടുള്ള കൃഷ്ണനും രാമനുമാണ്. അപ്പോൾ അവിടെ എന്താണ്, ആലില കൊണ്ടുവന്ന് നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആലില അല്ലേ. അപ്പോൾ ആലില കൊണ്ടുവന്ന് വളരെ പവിത്രമായി കഴുകി പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതിലൂടെ അവർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവും എന്നുള്ളതാണ്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്ക് പറഞ്ഞിട്ടുള്ളത് വലംപിരി ശംഖാണ്. ഈ വലംപിരി ശംഖ് സ്വർണ്ണാകർഷണ ഭൈരവർ അവരുടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് വെക്കുക, അല്ലെങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കുക. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഞായറാഴ്ച ദിവസം ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഒരു ദിവസത്തിനും പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഇടവം രാശി ശുക്രൻ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച ചെയ്യുന്നതും ആ ശുക്രഹോരയിൽ ചെയ്യുന്നതുമാണ് നല്ലത്. അപ്പൊ ഈ ഹോരയെ കുറിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവണ്ട. കാരണം നമുക്കറിയാം നമ്മുടെ ഏത് പൂജാവിധികളും നമ്മുടെ ക്ഷേത്ര ദർശനം എല്ലാം എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒന്നുകിൽ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പൊ ഏകദേശം ഒരു 6 മണിയോട് അടുക്കുമ്പോൾ, അതുപോലെ വൈകുന്നേരം 6 മണി. കാരണം സൂര്യൻ ഉദിച്ചു വരുന്ന ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നതാണ് ആ ദിവസത്തെ ഹോര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രഹോര സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ 5:45 സൂര്യൻ ഉദിക്കണമെങ്കിൽ 5:45 തൊട്ട് 6:45. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പരിഹാരങ്ങളെല്ലാം തന്നെ ആ ഹോര പ്രകാരം ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ്. അപ്പൊ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, രാവിലെ 6 മണി അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്, രവിയുടെ ദിവസമാണ്. അപ്പൊ ഞായറാഴ്ച എന്താണ് ചെയ്യേണ്ടത്? അംബികയ്ക്ക് നെയ്വിളക്ക് കത്തിക്കുക, താമരമാല ചാർത്തുക എന്നതാണ് ചെയ്യേണ്ടത്. അതും ആ ഹോരയിൽ തന്നെ ചെയ്യുന്നത് നല്ലത്. നെക്സ്റ്റ് കന്നിയാണ്. കന്നി രാശി ചെയ്യേണ്ടത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സാമ്പ്രാണി പുകയ്ക്കുക എന്നുള്ളതാണ്. ആ സാമ്പ്രാണി പുകയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിലെന്ത് കൂടെ നമുക്ക് ആഡ് ചെയ്യാം? സാമ്പ്രാണി പുകയ്ക്കുന്നതിലൂടെ ഈ മൈലാഞ്ചിയുടെ കുരു ഉണ്ടാവും അല്ലേ, അപ്പൊ അത് ഇടാം. വെള്ളക്കടുക് എന്ന് പറയും. അപ്പൊ അതൊക്കെ കിട്ടുകയാണെങ്കിൽ പൂജാമുറിയിൽ പൂജാ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന കടകളിലൊക്കെ അത് ലഭ്യമാണ്. അപ്പൊ അതുകൂടെ ഇട്ടതിന് ശേഷം ഇതുപോലെ സാമ്പ്രാണി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് തുലാമാണ്. തുലാം എന്ന് പറയുമ്പോൾ അവിടെയും ശുക്രന്റെ വീട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ പ്രധാന ആർക്കാണെന്ന് വെച്ചാൽ നരസിംഹമൂർത്തിക്കാണ്. അപ്പൊ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് തുളസി മണിമാല, നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. ആ തുളസി മണിമാല അവിടെ പൂജിച്ച് വെച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള വിഷ്ണുവിന്റെ ഫോട്ടോയില് ചാർത്തുക എന്നുള്ളതാണ് തുലാം രാശിക്കാര് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൃശ്ചികമാണ്. വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ അവിടെയും അഗൈൻ ചൊവ്വയുടെ രാശി തന്നെയാണ്. അപ്പോൾ ചുവന്ന നിറത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ആ ചുവന്ന ഒരു പട്ട് തുണിയിൽ 2 കാര്യങ്ങളാണ് വെക്കേണ്ടത്: ഗ്രാമ്പും പച്ചക്കർപ്പൂരവും. അത് രണ്ടും വെച്ചതിന് ശേഷം, മടക്കി വെച്ചതിന് ശേഷം നമ്മൾ അലമാറിയിൽ പണം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ പൂജാമുറിയിലാണ് വെക്കേണ്ടത്. ഇത് മാത്രം ഈ വൃശ്ചിക രാശിക്കാർ ചെയ്യേണ്ടത് പച്ചക്കർപ്പൂരവും ഗ്രാമ്പും ഒരു ചുവന്ന പട്ടുതുണിയിൽ വെച്ചതിന് ശേഷം അലമാറയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ധനുരാശിയാണ്. ധനുരാശി ചെയ്യേണ്ടത് ഫ്രണ്ട് ഡോർ ഉണ്ടാവും, മുൻവശം ഉണ്ടാവും അല്ലെ, വീടിന്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. അവിടെ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. സാധിക്കുമെങ്കിൽ നെയ്വിളക്കാവാം, ഇല്ലെങ്കിൽ നല്ലെണ്ണയുടെ വിളക്ക്
അത് വെക്കുന്നതിലൂടെ നല്ല മൺവിളക്കൊക്കെ കിട്ടുമല്ലോ, അതിൽ ചെയ്യണത് രാവിലെയും വൈകുന്നേരം ഓരോ ദീപമെങ്കിലും തെളിയിക്കുക എന്നുള്ളതാണ് അവർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവാനുള്ള വഴി. നെക്സ്റ്റ് എന്ന് പറയുന്നത് മകരം രാശിയാണ്. കാലപുരുഷന്റെ 10ാം രാശിയാണ് മകരം രാശി. അപ്പൊ മകരം രാശിക്കാർക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്തായാലും കുലദൈവത പ്രീതി എല്ലാവർക്കും വരുത്തേണ്ടതാണ്. ഇവരും കുലദൈവ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുതതിന് ശേഷം അവിടെ കിട്ടുന്ന ചന്ദനമോ ഭസ്മമോ വീട്ടിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ദിവസവും അത് അണിയുക എന്നുള്ളതാണ് ഇവർക്കുള്ള പരിഹാരം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഫോട്ടോ വയ്ക്കുക. കുലദേവതയുടെ ഫോട്ടോ വെച്ചതിന് ശേഷം ഒരു നെയ്വിളക്ക് കത്തിക്കുക. നെയ്വിളക്ക് എന്ന് പറയുന്നത് സാധിക്കില്ലെങ്കിൽ നല്ലെണ്ണയുടെ വിളക്കായാലും ഓക്കെയാണ്. നെയ്വിളക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഓസ്പീഷ്യസ് ആണ് എന്ന് പറയണമെന്ന് മാത്രം. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തവർക്ക് മൺവിളക്കിൽ നല്ല നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് വിളക്ക് കത്തിക്കാം. നമുക്ക് കുലദേവതയെ സ്മരിക്കാം. എല്ലാവരും സ്മരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഗുണം ഈ മകരം രാശിക്കാർക്ക് കൂടുതലായിട്ട് കിട്ടുന്നതാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശി എന്ന് പറയുന്നത് ശനിയുടെ വീടാണ്. അപ്പോൾ ശനിയെ ഒരു കൺട്രോൾ വരുത്താനായിട്ട് നമ്മൾ ആരുടെ ക്ഷേത്രമാണ് മെയിനായിട്ട് തൊഴാൻ പോവുക? ഹനുമാൻ സ്വാമിയുടെ അല്ലേ. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് പോവുക. ആ ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്താണെന്ന് അവിടെ എന്ന് വെച്ചാൽ കുങ്കുമം കൊണ്ട് നല്ല ആ ഒരു കുങ്കുമം അഭിഷേകം ചെയ്യാന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം കുറച്ച് അതിൽ പ്രസാദമായിട്ട് ആ കുങ്കുമം വീട്ടിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ദിവസവും അത് തൊടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാമമന്ത്രം ജപിക്കുക എന്നുള്ളതും കുംഭം രാശിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട് പറയുന്നത് മീനം രാശിയാണ്. അപ്പം മീനം രാശിയിലുള്ളവർ ചെയ്യേണ്ടത്, അപ്പം മീനം രാശി എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ രാശിയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ആ ഹോരയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ വ്യാഴാഴ്ച ഗുരുഹോരയിൽ എന്താണ് ചെയ്യേണ്ടത്? ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ പോവുകയും വില്ലോപ്പഴം അവിടെ പൂജിക്കാനായിട്ട് കൊടുക്കുക. എന്നിട്ട് ആ വില്ലോപ്പഴം എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള. ഓരോ രാശിക്കാർക്കുമാണ് ജന്മനക്ഷത്രമാണ് നോക്കേണ്ടത്, ലഗ്നമല്ല. ഒന്നുകൂടെ പറയാണ്, ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താണ് പറയണത്? പുഷ്പം അല്ലെങ്കിൽ പത്രം, അല്പം ജലം, ഇത് ഭക്തിയാൽ ആരാണോ എനിക്ക് തരുന്നത് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നതാണ് പറയുന്നത് അല്ലേ. ഭഗവാൻ അത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് കോടികളൊന്നും വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത് പക്ഷെ എന്താണ് അവിടെ പറയണ ആ സെന്റൻസിന്റെ ഇന്നർ മീനിങ് ആവുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആ ഭക്തിയാൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു അൺകണ്ടീഷണൽ സറണ്ടറിങ് ഉണ്ടാവണം. ആ സങ്കല്പത്തിനാണ് ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ആ പോസിറ്റീവ് വൈബോടുകൂടെ ആ ഒരു സങ്കല്പം വെച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് ഉണ്ടാവുമെന്നുള്ളതാണ്. നല്ല ചിന്ത, പോസിറ്റീവ് ചിന്തയായിരിക്കണം. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ധാർമ്മികമായിട്ട് നാം ജീവിക്കാനും ഇതുപോലെയുള്ള പരിഹാരങ്ങളിലൂടെ നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.